മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മോഡ്യൂളിന്റെ പാർട്ടായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതേപോലെ തന്നെ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പറ്റിയും നമ്മളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. പക്ഷെ അത് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ അതിന്റെ ഫോംസ്, അതായത് ടൈപ്സുകൾ നമ്മൾ കുറച്ച് എലാബറേറ്റ് ആയിട്ട് തന്നെ നോക്കും. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും എന്താണ്, ഈ ടോപ്പിക്സുകളായിരിക്കും നമ്മൾ ഇന്നത്തെ പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരിക്കൽ കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഫീലിങ്സ്, ഇംപ്രഷൻസ്. മറ്റൊരു വ്യക്തിക്ക് നമ്മൾ പറയുന്നത് എന്താന്നുള്ള ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് വരിക എന്നുള്ളതായിരുന്നു കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണസ്, അതിന്റെ അർത്ഥം കോമൺ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കിയിരുന്നു. അതിൽ വരുന്ന രണ്ട് ടൈപ്പാണ് വെർബൽ കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? സ്പോക്കൺ വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു ഓഫീസിൽ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ നമ്മുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റേഴ്സുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അപ്പോൾ ഓഫീസ് ഡിസ്കഷനിൽ ഫോർമൽ ഡിസ്കഷൻ ആയിക്കോട്ടെ, വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളായിക്കോട്ടെ, പബ്ലിക് സ്പീച്ചസ് ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ കാര്യങ്ങൾ പറയുന്നത്. അതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സുകൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ, ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് തന്നെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഓവർ ദി ഫോൺ നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ വളരെ എളുപ്പം സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പൊ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാറ്റി പറയാൻ സാധ്യതയുണ്ടല്ലോ അല്ലെ. അത് തന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് ഒരു റെക്കോർഡ്സുകളും ഇല്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ല, റെക്കോർഡിക്കലല്ല. അപ്പൊ അങ്ങനെ വരുമ്പം പിന്നീട് എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ വരും. സപ്പോസ് ഇപ്പോൾ ഒരു സ്റ്റേഷനിലെ ഹെഡ് ആയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ അവിടെ നിന്ന് പോയി എന്തൊക്കെയോ ബില്ല് സബ്മിഷൻസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്നു. നിങ്ങളത് വാക്കാലെ പറഞ്ഞ ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓഫീസർ ചാർജ് എടുത്തു, അവിടെ എന്താ സിറ്റുവേഷൻ നടന്നതെന്നുള്ള കാര്യം അറിയില്ല. ഓഡിറ്റ് വരുമ്പം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ നിങ്ങളാണ്. അപ്പം എല്ലാ പേപ്പേഴ്സും റെക്കോർഡിക്കലാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. ഓറലി നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര റെക്കോർഡിക്കൽ അല്ലാത്തതുകൊണ്ട് അതിനൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ സ്പീഡായിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് ബെറ്റർ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പുസ്തകങ്ങളിലോ പേപ്പേഴ്സിലോ ഫയൽസിലോ ആയിട്ട് സൂക്ഷിക്കും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ പ്രസന്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മേലധികാരിയോട് നമ്മൾ ഒരു ലീവ് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട് റിക്വസ്റ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ചാനൽ ത്രൂ എല്ലാം ലെറ്റേഴ്സ് ആയിട്ട് തന്നെ പോകണം. അതൊന്നും ഫോണിലൂടെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫോണിലൂടെ അല്ലെങ്കിൽ ഓറലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിക്കലാണ്. നിങ്ങൾ പുതിയതായിട്ട് ഒരു ഓഫീസിൽ ചാർജ് എടുക്കുമ്പോൾ പ്രീവിയസ്ലി നടന്ന കാര്യങ്ങളെ പറ്റി എല്ലാ വിവരങ്ങളും ആ ഫയലിലുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആക്ടിവിറ്റീസ് ഓവറോൾ പിക്ചറിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇമെയിൽസ്, ലെറ്റേഴ്സ്, ഓഫീസ് മെമ്മോ ഇതുപോലുള്ള സംഭാഷണങ്ങളൊക്കെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ വെർബൽ രണ്ട് ടൈപ്പ്, ഓറൽ ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇത് കുറച്ച് ഡിഫറെന്റ് ടൈപ്സുകൾ തന്നെയാണ് കേട്ടോ. ഒരു ഫോട്ടോ രൂപത്തിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറച്ച് മാത്രം ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് പേരുകൾ മാത്രം നോക്കിപ്പോയി. അപ്പൊ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഹാപ്റ്റിക്സ്, ജെസ്റ്റേഴ്സ്, പ്രോക്സിമിക്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, പാരാലിംഗ്വിസ്റ്റിക്, ബോഡി ലാംഗ്വേജ്, അപ്പിയറൻസ്, ഐ കോണ്ടാക്ട്, ആർട്ടിഫാക്ട്സ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ പഠിച്ച
പഠിച്ചിരുന്നതാണ് 40% മാത്രമേ വെർബലി ത്രൂ വേർഡ്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. 60% കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഈ ബോഡി ലാംഗ്വേജും അതേപോലെ തന്നെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസിലൂടെയാണ് കൈമാറുന്നത്. നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹാപ്റ്റിക്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ടച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോൺ വെർബൽ ബിഹേവിയർ ആണ്. ഇപ്പം നമ്മൾ ഈ ഇൻഫൻസി ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ നമുക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും അരുതാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴക്ക് കിട്ടുക അല്ലെങ്കിൽ അടി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിലൂടെ നമുക്കൊരു റിമൈൻഡർ ആണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ബ്ലെസ്സിങ്സുകളാണെങ്കിലും നമുക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരുന്നതാണെങ്കിലും ഇത്തരം രീതിയിലൊക്കെ നമ്മൾ ടച്ചിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇമോഷൻസുകൾ മറ്റൊരു വ്യക്തിയായിട്ട് പങ്കിടാറുണ്ട്. ഇത് കൂടുതലും നമ്മുടെ അഫെക്ഷൻ, സിമ്പതി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാപ്റ്റിക്സ് ഒരു വളരെ നല്ല നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹാപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് ടച്ച്. അടുത്തത് ജെസ്റ്റേഴ്സ്. ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് നടത്തുന്ന ബോഡി മൂവ്മെന്റ്സ്, സിഗ്നൽസ്, അതിനെ ആണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരാളോട് കൈ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ ഹായ് വേവ് ചെയ്യുന്നു, പോയിന്റ് ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ ചൂണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കണക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, നമ്മൾ 10 അല്ലെങ്കിൽ 5 എന്നൊക്കെ പറഞ്ഞ് വിരൽ കൊണ്ട് കാണിക്കുന്നു. ഈവൻ നമ്മളിങ്ങനെ കൈ ഫിസ്റ്റ് വെച്ചിട്ട് ഇത് പറയുന്നതും വെൽക്കം ചെയ്യുന്നതും അതേപോലെ തന്നെ പല ഇമോജീസുകൾ കാണിക്കുന്നത് ഓക്കെ ആണ്, വിക്ടറി അല്ലെങ്കിൽ കൂളാണ്, കൈ അടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈവൻ നമ്മുടെ കൾച്ചറിന്റെ പാർട്ടായിട്ട് ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ജെസ്റ്റേഴ്സിൽ വരുന്നു. അപ്പൊ വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസുകളാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോക്സിമിക്സ്. പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നാണ് അർത്ഥം. അതായത് ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആണോ നമ്മൾ മറ്റു പലരുമായിട്ട് കീപ്പ് ചെയ്യുന്നത്, അതിനെയാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിലും കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. ഇപ്പൊ 2 പേര് വളരെ അടുത്തടുത്തായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്, അപ്പൊ അവർ ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്നുള്ള ഒരു അസംഷൻ നമുക്ക് വരാം. അല്ലെങ്കിൽ ഫാമിലി, അച്ഛൻ, അമ്മ, കുട്ടി, ഇതുപോലെയുള്ള ആൾക്കാർ, ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു, വളരെ ക്ലോസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്ന കാണുന്നത്. അപ്പൊ അവർ വളരെയധികം ഇന്റിമേറ്റ് ആണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുന്നു. പക്ഷെ നമ്മളൊരു ഓഫീസിലാണെങ്കിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ലേ, നമ്മൾ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ കയറി വരാനായിട്ട് സമ്മതിക്കില്ല. അത് പല ഫാക്ടേഴ്സുകളുണ്ട്. നമ്മുടെ സോഷ്യൽ നോംസ്, കൾച്ചറൽ എക്സ്പെക്ടേഷൻ, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ എത്രത്തോളം പരിചയം അയാളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, ലെവൽ ഓഫ് ഫെമിലിയാരിറ്റി, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അതായത് എത്രയാണ് അകലം ഓരോ വ്യക്തികൾ തമ്മിൽ എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്കൊരു ചെറിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ഡിസ്റ്റൻസിന്റെ ബേസിസിൽ 4 നമുക്ക് സ്പേസിനെ തരംതിരിക്കാം കേട്ടോ. അതായത് ഇന്റിമേറ്റ് സ്പേസ്, പേഴ്സണൽ സ്പേസ്, സോഷ്യൽ സ്പേസ്, പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞ 4 സ്പേസുകളാണ്. ഇന്റിമേറ്റ് സ്പേസ് നമുക്ക് വാക്കിൽ നിന്ന് തന്നെ കിട്ടും. വളരെയധികം ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും വളരെ ക്ലോസ് ആയിട്ട്, അതായത് 1.5 ഫീറ്റിനകത്ത് വരുന്ന ആ ഒരു സ്പേസിനെയാണ് ഇന്റിമേറ്റ് സ്പേസ്. അതായത് നമ്മൾ അടുത്തടുത്ത് ഇരുന്നിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഇത് കൂടുതലും നമ്മൾ ഒരാളെ പറ്റി നല്ല പറയാനോ അല്ലെങ്കിൽ രഹസ്യം പറയാനോ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഇന്റിമേറ്റ് സ്പേസ് ഉപയോഗിക്കുന്നത്. അടുത്തത് പേഴ്സണൽ സ്പേസ്. അതായത് നമ്മൾ ക്ലോസ് ഫ്രണ്ട്സിനോടാണെങ്കിലും ഒരു 1.5 to 4 ഫീറ്റ് അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇനി കൊലീഗ്സ്, നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സ്പേസിനെ സോഷ്യൽ സ്പേസ് എന്ന് പറയും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൊലീഗ്സ് ഒക്കെ ആയിട്ടൊക്കെ കണക്ഷൻസ് കീപ്പ് ചെയ്യുന്നില്ലേ. അപ്പോൾ സോഷ്യൽ സ്പേസ് അത് 4 മുതൽ 12 ഫീറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. പിന്നെ പബ്ലിക് സ്പേസ്. പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് 12 to 25 ഫീറ്റ് അല്ല, ചിലപ്പോൾ ഒരു 100 ഫീറ്റ് വരെയും പോയേക്കാം. പക്ഷെ ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ്, നമ്മുടെ സ്പീച്ച്, ലെക്ചേഴ്സുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് സ്പേസിലാണ് വരുന്നത്. അപ്പോൾ ഇന്റിമേറ്റ് സ്പേസ്, പേഴ്സണൽ സ്പേസ്, സോഷ്യൽ സ്പേസ്, പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് 4 ഡിഫറെൻറ്റ് ടൈപ്സും ഇത് എത്ര ഫീറ്റ് ആണ് അകലം ഉള്ളത് എന്നുള്ളതും ഓർമ്മയിൽ വെക്കണം. 1.5, 4, 12, 25 ഈ 4 അക്കങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് പ്രോക്സിമിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പേഴ്സണൽ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇപ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ത്രൂ വരാറുണ്ട് കേട്ടോ. ഇപ്പം നമുക്കൊരു ലീവ് ചോദിക്കണം, ഒരു
ഓഫീസറോട്. അപ്പൊ അദ്ദേഹം നല്ല മൂഡിലാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കൂല്ലേ. സെയിം തിങ് തന്നെയാണ് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇപ്പൊ നമ്മൾ വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് അറിയാണ്ട് ഒരു ചിരി വരും, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഫ്രൗണിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും തരുന്നത്. നമ്മളൊക്കെ ഇമോജീസുകൾ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒരാളുടെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചും അവരെന്താ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ മാറ്റി അതിനനുസരിച്ച് ഇതാക്കും. ഇപ്പൊ നമ്മളൊരു ടോക്ക് വരുന്ന സമയത്ത് നമ്മളെ പറ്റി നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻസുകൾ മാറില്ലേ. അപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷൻ ആക്ച്വലി ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ആ പറയുന്ന മെസ്സേജ് വെൽക്കം ചെയ്യാണോ റിജക്റ്റ് ചെയ്യാണോ എന്ന ഒരു ഐഡിയ തരും. അടുത്തൊന്നാണ് പാരാലിംഗ്വിസ്റ്റിക്. പാരാലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് ആക്ച്വൽ ലാംഗ്വേജിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് വോക്കൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇസ് സെപ്പറേറ്റ് ഫ്രം ആക്ച്വൽ ലാംഗ്വേജ്, ഒരു പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ അതിന് മോണോടോണസ് എന്ന് പറയും. അതായത് നമ്മൾ വോയിസിലൊക്കെ കുറച്ച് ഡിഫറൻസുകൾ വരുത്താറുണ്ട്. നമ്മുടെ ടോൺ, നമ്മുടെ ലൗഡ്നെസ്, നമ്മുടെ ഇൻഫ്ലെക്ഷൻ, പിച്ച് എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ വ്യത്യാസം വരുത്താറുണ്ട്. ഇപ്പം നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മുടെ വോയിസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കും അല്ലേ, അതിൻ്റെ പിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ ഓരോ വ്യക്തികളും പറയുന്ന കാര്യങ്ങൾ അത് അപ്രൂവൽ ആണോ, എന്തൂസിയാസം ആണോ, അല്ലെങ്കിൽ ഹെസിറ്റൻ്റ് ആണോ, ഇൻട്രസ്റ്റ് ഇല്ലേ, ഡിസപ്രൂവൽ ആണോ എന്നുള്ളതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിനെയാണ് പാരാലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 3 രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയിട്ടുണ്ട്. ആർ യു ദെയർ എന്ന് പറയുന്ന ചോദ്യം, നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ അവിടെ ഓൺ ആക്കി വെച്ചിട്ട് പോയതാണോ, ആർ യു ദെയർ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ ഒരു അർത്ഥമാണ്. ആർ യു ദെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, യുവിന് ഒരു സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണോ അത്, അല്ലെങ്കിൽ നിങ്ങളാണോ അവിടെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം, അതിനകത്തൊരു ഇന്റർപ്രിട്ടേഷൻ വരികയാണ്. ആർ യു ദെയർ, ആ ദേറിന് നമ്മളൊരു കുറച്ചും കൂടെ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളും അവരുടെ കൂടെ ആണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അവിടെ വർക്ക് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ. അപ്പം നമ്മൾ എവിടെയാണോ സ്ട്രെസ് കൊടുക്കുന്നത്, എവിടെയാണോ നമ്മൾ പിച്ച് കൂട്ടുന്നത്, ആ ടോണിലുള്ള ഡിഫറൻസിനനുസരിച്ചും കമ്മ്യൂണിക്കേഷന്റെ അർത്ഥം മാറും. സെയിം സെന്റൻസ് തന്നെ, പക്ഷെ മറ്റു പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒന്നിച്ച് തന്നെ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പൊ പാരാ ലാംഗ്വേജ് ഒന്നുമല്ല, നമ്മുടെ ജാർഗൺസുകൾ ഉപയോഗിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാരാ ലാംഗ്വേജിൽ വരും. അതേപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികൾ സംസാരിക്കുമ്പം നമുക്കൊക്കെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് അല്ലേ. ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമായിരിക്കും, അല്ലെങ്കിൽ അപ്പം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയും. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ കോൺവെർസേഷനിൽ ഇടയ്ക്കിടയ്ക്ക് കുറേ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വേർഡ്സുകൾ വരും. അതൊക്കെയാണ് ഈ പാരാ ലാംഗ്വേജിൽ വരുന്നത്. പിന്നെ ജാർഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അഗ്രികൾച്ചറൽ സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കോഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം എൻ്റെ സിസ്റ്റർ എഞ്ചിനീയറിംഗ് ആണ്, അപ്പോൾ അവൾ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവില്ല, ബിക്കോസ് അവരുടെ ലാംഗ്വേജ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാർ പല വാക്സിൻസുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കോഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസ്, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ടെക്നിക്കൽ ടേംസുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതിനെയാണ് ജാർഗൺസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവാത്ത വേർഡ്സ്, കുറച്ച് കടികട്ടിയ വേർഡ്സുകൾ യൂസ് ചെയ്യുന്നതിനാണ് ജാർഗൺസ് എന്ന് പറയുന്നത്. ഇതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരാ ലാംഗ്വേജിൽ വരുന്നതാണ്. നമുക്ക് ബാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു മറ്റൊരു ടോപ്പിക് ഉണ്ട്, അവിടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്തതാണ് കൈനസിക്സ്. നമ്മുടെ പോസ്റ്റർ, നമ്മുടെ ബോഡി മൂവ്മെന്റ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, നമ്മൾ അധികം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ കുറച്ച് കുനിഞ്ഞിരിക്കില്ലേ. അതേപോലെ തന്നെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ടീച്ചേഴ്സ് എന്താ പറയുന്നതെന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, നമ്മൾ അറ്റൻഷൻ മോഡിലായിരിക്കും, അല്ലെങ്കിൽ വളരെ അറ്റൻറ്റീവ് ആയിരിക്കുന്നത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സും നമ്മുടെ പോസ്റ്റേഴ്സിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതിനെയാണ് കൈനസിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ നമ്മളിപ്പോൾ ഡിഫെൻസീവ് പോസ്റ്റർ, ഇപ്പോൾ കൈ കെട്ടി നിൽക്കുക, കൈ ക്രോസ് ചെയ്തിട്ട് നിൽക്കുക, ആം ക്രോസിങ്. അതേപോലെ തന്നെ ലെഗ് ക്രോസിങ്, നമ്മൾ കാലിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്നത്. ഇതൊക്കെ ആക്ച്വലി ആൾക്കാർ ഒരു നമ്മുടെ ഇന്റൻഷൻ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഡിഫെൻസീവ് പോസ്റ്റേഴ്സിനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പിരികം ചുരുട്ടി അങ്ങനെ കാണിക്കുക,
അല്ലെങ്കിൽ മുകളിലേക്ക് കുറച്ച് നോക്കുക. അത് ആൾക്കാരിൽ അത് പറയുന്നത് ശരിയാണോ, ഒരു ഡിസ്ബിലീഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡേഴ്സ് കുലുക്കി കാണിക്കുക എന്ന് പറയുന്ന ഒച്ചയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഇതൊക്കെ ആക്ച്വലി എന്ത് വരുന്നു, ഈ പറയുന്ന മൂവ്മെന്റ്സുകളൊക്കെയാണ് കൈനസിക്സിൽ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി എത്രത്തോളം കേൾക്കാൻ ഈഗറായിരിക്കുകയാണ്, അതേപോലെ തന്നെ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് പോസ്റ്റേഴ്സും ബോഡി മൂവ്മെന്റ്സിനും പഠിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൈനസിക്സ്. ഈവൻ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളില്ലേ, പെന്ന് കറക്കുക, അല്ലെങ്കിൽ പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുക, പെന്നിന്റെ ടോപ്പ് ആക്ച്വലി പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുക, അതേപോലെ തന്നെ കാലാട്ടിക്കൊണ്ടിരിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു സ്റ്റുഡൻറ്റിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഏകദേശം കാല് നിലത്തോട്ട് പ്രസ് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടും. അപ്പം ഇതൊക്കെയാണ് കൈനസിക്സിൽ വരുന്നത്. അപ്പോൾ സിംപ്ലി ബോഡി പോസ്റ്റർ മൂവ്മെൻറ്റ് ഒക്കെയാണ് കൈനസിക്സിൽ വരുന്നത്. ഇനി അടുത്തത് അപ്പിയറൻസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കളർ, ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കളർ സെൻസ്, ക്ലോത്തിങ്, അതിപ്പോൾ എങ്ങനത്തെ ക്വാളിറ്റി ആണോ, അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലുകൾ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് വരുത്താൻ പറ്റും, നമ്മുടെ പേഴ്സണാലിറ്റിയെ ജഡ്ജ് ചെയ്യാൻ പറ്റും. നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റി നമ്മൾ സബ്റ്റിൽ ജഡ്ജ്മെന്റ്സ് ഒക്കെ എടുക്കും. ആദ്യത്തെ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടൊക്കെ സബ്റ്റിൽ ജഡ്ജ്മെന്റ്സ് എടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഒരാൾ ഇന്റർവ്യൂവിന് വരുന്നു, വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു, മറ്റൊരു വ്യക്തി ഫോർമലായിട്ട് വളരെ നീറ്റ് ആൻഡ് പ്രസൻറ്റബിൾ ആയിട്ടുള്ള രൂപത്തിൽ വരുന്നു. അപ്പോൾ അയാൾ കുറച്ചുകൂടി ഏബിൾ ആണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. ചിലപ്പോൾ OGP കൂടുതലുള്ളതും വളരെ സ്മാർട്ടായിട്ടുള്ള ആളും കുറച്ച് കൂളായിട്ട് വന്ന ആളായിരിക്കാം. പക്ഷെ ഈ പറയുന്ന പേഴ്സണൽ അപ്പിയറൻസിന്റെ ബേസിസിലും ആൾക്കാരെ ജഡ്ജ് ചെയ്യാറുണ്ട്. മാഗ്നസ് കാൾസനെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ചെസ് കോമ്പറ്റീഷനിൽ, ഫൈഡിന്റെ കോമ്പറ്റീഷനിൽ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള മാഗ്നസ് കാൾസനെ എഗെയിൻസ്റ്റ് ആർബിട്രേറ്റർ ഡ്രസ്സിങ് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ സമ്മതിച്ചില്ല. സോ അതൊക്കെ ആക്ച്വലി കുറച്ച് അവരുടെ പ്രജുഡൈസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ബേസ്ഡ് ഓൺ ഹിസ് അപ്പിയറൻസ്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ പോകണം. അപ്പോൾ ബാങ്കിന്റെ ആണെങ്കിലും ബോയ്സ് വളരെ നീറ്റ്ലി ട്രിംഡ് ആയിട്ടുള്ള ഹെയർ, ബിയർഡ്സ് ഒന്നും ഇല്ല, വളരെ വെൽക്കമിങ് ആയിട്ട് നമ്മുടെ ഒരു ഓവറോൾ അപ്പിയറൻസ്. അതുപോലെ തന്നെ ഗേൾസിനാണെങ്കിലും ഫോർമൽ ആയിട്ടുള്ള ഡ്രസ് വെയർസുകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പിയറൻസും നോൺ വെർബലി ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് ഓക്യുലസിക്സ്. ഓക്യുലസിക്സ് എന്ന് പറഞ്ഞാൽ കണ്ണിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഓക്യുലസിക്സ്. നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ്, നമ്മുടെ ലുക്ക്, നമ്മുടെ സ്റ്റെയറിങ്, നമ്മുടെ ബ്ലിങ്കിങ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്യുലസിക്സ്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ മാക്സിമം അവരെ കണ്ണിൽ നോക്കാതിരിക്കാൻ ശ്രമിക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ കള്ളത്തരം പറയുകയാണെങ്കിൽ അവിടെ ഇവിടെ നോക്കിയിട്ട് പറയില്ലേ. ബിക്കോസ് കണ്ണിലൂടെ സത്യമാണോ അല്ലയോ എന്നുള്ളത് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ എത്ര നേരം കണ്ണ് ചിമ്മുന്നു, ദ റേറ്റ് ഓഫ് ബ്ലിങ്കിങ്. അതേപോലെ തന്നെ നമുക്കിപ്പം ഡൈലേഷനും പ്യൂപ്പിൾ കൺസ്ട്രക്ഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ബയോളജിയിൽ. സിമ്പത്തറ്റിക്കും പാരസിമ്പത്തറ്റിക് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് വളരെയധികം നമ്മുടെ അഡ്രിനാലിൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾ ആക്ച്വലി ഇങ്ങനെ വൈഡ് ആയിട്ട് വരും. അതേപോലെ തന്നെ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത് വരും. അപ്പം പ്യൂപ്പിളിന്റെ ഡൈലേഷൻ, റീസെന്റ് ബോഗൻവില്ല എന്ന് പറയുന്ന സിനിമയിൽ കണ്ടില്ലേ, പ്യൂപ്പിളിന്റെ മൂവ്മെന്റ്സുകൾ, അതിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്തൊക്കെയോ ഇമോഷൻസുകൾ ഉണ്ട്, നമുക്ക് ഒരു വ്യക്തിയോടുള്ള താല്പര്യം, ഇൻട്രസ്റ്റ്, ഹോസ്റ്റിലിറ്റി, അട്രാക്ഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതിനെയാണ് ഓക്യുലസിക്സ് എന്ന് പറയുന്നത്. അടുത്തത് അപ്പൊ ലുക്ക്, സ്റ്റെയറിങ്, ബ്ലിങ്കിങ്, ഇതൊക്കെ ഐ മൂവ്മെന്റുകളൊക്കെ ഓക്യുലസിക്സിൽ വരും. അടുത്തത് ക്രോണമിക്സ്. ക്രോണമിക്സ് എന്ന് പറയുന്നത് ടൈമിന്റെ ആസ്പെക്റ്റും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സമയം അതിനെ ഉപയോഗിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ അതിനെ സ്ട്രക്ചർ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ ടൈമിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 8:05 ട്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് 10 മിനിറ്റ് യാത്രയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇറങ്ങേണ്ടി വരും, അറ്റ്ലീസ്റ്റ് ഒരു 7:50 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. ട്രെയിൻ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രെയിന് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ലേറ്റ് ആവും. 9 മണിക്ക് ചിലപ്പോൾ ഓഫീസിൽ എത്തേണ്ടത് ചിലപ്പോൾ നമ്മൾ 10 മണിക്ക് എത്തും, 10:30 എത്തും. അപ്പം ഈ ടൈം ആക്ച്വലി വളരെ ക്രൂഷ്യൽ
ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരാളുടെ പങ്ക്ച്വാലിറ്റി, എത്രത്തോളം അവർ വെയിറ്റ് ചെയ്യാൻ വില്ലിങ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്പീഡ് ഓഫ് സ്പീച്ച്, നമ്മൾ സംസാരിക്കുന്ന സമയത്തും നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, സ്പീഡ് കൂട്ടിയാണോ കുറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എത്രത്തോളം നേരം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാൾ കൂട്ടാക്കുന്നുണ്ട്, ഇതൊക്കെ ക്രോണമിക്സിൽ വരുന്നതാണ്. അപ്പൊ ടൈം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ പറ്റി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ് ക്രോണമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ പങ്ക്ച്വാലിറ്റി, വില്ലിങ്നെസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കിയെടുക്കുന്നു. അടുത്ത ഒന്നാണ് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഓബ്ജക്ട്സും ഇമേജസിനെയും പഠിക്കുന്നതിനെയാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ടേംസിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്നാപ്ചാറ്റോ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പിലൊക്കെ നിങ്ങൾ അവതാർസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബേസിക്കലി നമ്മൾ എങ്ങനെയാണോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. മേ ബി ഓൺലൈൻ സ്പേസിലായിരിക്കും, അല്ലാതെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ബുക്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാന്റിൻ്റെ ഒരു പോട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോക്ക് അല്ലെങ്കിൽ വാച്ചസ്, നിങ്ങളുടെ പെന്ന്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലെ കാറ്, അതേപോലെ തന്നെ വീടിന്റെ സ്ട്രക്ചർ, നമ്മുടെ ഓഫീസ് റൂം, നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഐഡന്റിറ്റി എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ പറ്റും. ഇതിനെ പറ്റി പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പാണ് ആർട്ടിഫാക്ട്സ്. അപ്പൊ ARTI ആണ് ആർട്ടിഫാക്ട്സ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പല ഡിഫറെന്റ് ടൈപ്സുകളായിരുന്നു നോക്കിയത്. അടുത്ത കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ, അത് എങ്ങനെ ഒരാളോട് എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, എഫിഷ്യൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ബേസിക്കലി മറ്റു വ്യക്തികൾ പറയുന്നത് നല്ല രീതിയിൽ മനസ്സിലാക്കാനും, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നല്ല രീതിയിൽ ഉള്ള ആൾക്കാരാണ് ഗ്രൂപ്പ് ആയിട്ട് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആവുക. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പലരും അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, അതായത് നല്ല യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്തോ അവരെ നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രൂപ്പ് വർക്കുകളൊന്നും തീരുന്നില്ല, ഞാൻ തന്നെയാണ് കൂടുതൽ വർക്കുകളും ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് കേട്ടോ. ബേസിക്കലി ഇത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പ്രോബ്ലം ആണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സ്, ഗ്രൂപ്പ് മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് അവർ കൂടുതൽ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പാർട്ടിസിപ്പേഷൻ പ്രൊഡക്റ്റീവ് ആവും, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്ക് ആ ഒരു ടീമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. AO ആയിരിക്കും, കൃഷി അസിസ്റ്റന്റും, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിട്ട് നല്ലൊരു എമ്പതി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, അവരുടെ വിശേഷങ്ങൾ ചോദിക്കണം. എപ്പോഴും ഓഫീസ് വർക്ക്സുകൾ മാത്രമല്ല, വീട്ടിലാരൊക്കെയുള്ള, എന്തൊക്കെയായിരുന്നു വിശേഷം, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് ആക്ച്വലി തുറന്ന് പറയാൻ, അല്ലെങ്കിൽ അവരെ പറ്റി നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇടയ്ക്ക് ഇൻഫോർമൽ ആവണം, അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യണം, ആ ഒരു ഫോർമൽ സ്കിൽസും നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. അങ്ങനെയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ ഫാമേഴ്സിൻ്റെ ഇടയിൽ, ചില അഗ്രികൾച്ചർ ഓഫീസേഴ്സ് വരുമ്പോൾ ഫാമേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം സ്വീകാര്യതയാണ്. കുട്ടികളെ കൊണ്ട് റാവയ്ക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. എന്തുകൊണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ത്രൂ പ്രാക്ടീസേ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സെൻഡ് ചെയ്യുന്ന ആസ്പെക്റ്റിലാണെങ്കിലും റിസീവ് ചെയ്യുന്ന എൻഡിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ല രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാന്ന് വിചാരിക്കുക. റിസീവിങ് പോയിന്റിൽ അവരെന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ സെൻഡറിനും റിസീവറിനും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് വർക്ക് നല്ല രീതിയിൽ നടക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ 5 വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് നോക്കാം. ഈ ഒരു പോയിന്റ് നിന്ന് ഇങ്ങനെ ചോദ്യം വരാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എൻകോഡിങ് സ്കിൽ അല്ലെങ്കിൽ ഡീകോഡിങ് സ്കിൽ എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പൊ നമ്മുടെ റൈറ്റിംഗ്, നമ്മളൊരു കാര്യം എഴുതി വെക്കുമ്പോൾ അത് ആക്ച്വലി എൻകോഡ് ചെയ്യാണ്,
ഇപ്പോൾ നമ്മളിപ്പോൾ കോഡ് ഭാഷ, മോറിസ് കോഡും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ, കോഡ് ഭാഷകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈവൻ പഠിക്കുമ്പോഴും നമ്മൾ കോഡ്സുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എൻകോഡിങ് സ്കില്ലാണ്. ഇനി നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെയും പുതുതായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാണ് അല്ലേ, അതും ഒരു എൻകോഡിങ് സ്കില്ലാണ്. സ്പീക്കിങ്ങും എൻകോഡിങ് സ്കില്ലാണ്. നമ്മൾ വായിക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൽ ആ ഓഥർ എന്താണോ എഴുതിയിരിക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനാണ് ശ്രമിക്കുന്നത്, ഡീകോഡ് ചെയ്യാണ്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ്. റീഡിങ് ഒരു ഡീകോഡിങ് സ്കില്ലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് പല കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള സ്റ്റാഫുകൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും, നമ്മൾ മേലധികാരികൾ മേലുദ്യോഗസ്ഥർ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഡീകോഡിങ് സ്കില്ലാണ് ലിസണിങ്. പിന്നെ തോട്ട് ഓർ റീസണിങ്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കും, നമ്മൾ ഈ പറയുന്ന ആർക്ക് പദ്ധതി നടപ്പിലാക്കുമ്പം ആർക്കൊക്കെ ബെനിഫിഷ്യറി ആയിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ആലോചിക്കും, റീസൺ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമോ, ഇതിന് പകരം വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ, എനിക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ ബെറ്റർ ആക്കി കൈകാര്യം ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യൂലേ. ആ തോട്ട് ഓർ റീസണിങ് പ്രോസസ്സിനെ ബോത്ത് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് സ്കില്ലായിട്ട് കണക്കാക്കുന്നു. അപ്പം ഇങ്ങനെയാണ് 3 ടൈപ്പ് സ്കില്ലുകളാണ്. എൻകോഡിങ് ഉണ്ട്, ഡീകോഡിങ് ഉണ്ട്, എൻകോഡിങ് ഓർ ഡീകോഡിങ്. അപ്പോൾ 5 രീതിയിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളാണ് ഈ പറയുന്ന റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിങ്, തോട്ട് ഓർ റീസണിങ്. അപ്പോൾ ഈ ഒരു രീതിയിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എക്സാമ്പിൾസുകളൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനിലുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ഒരുപാട് ഡാറ്റ ഫ്ലോ നടക്കുന്നില്ലേ, നമ്മൾ ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഏർപ്പെടാറുണ്ട്. അപ്പം നമ്മളെങ്ങനെയാണോ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, റിലേഷൻസുകൾ ഉണ്ടാക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, വഴക്ക് ഒഴിവാക്കുന്നത്, കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിത്തിൻ ദി ഓർഗനൈസേഷൻ. നമ്മൾ കോളേജിൽ ആർട്സ് നടക്കുന്നില്ലേ, അത് ഉള്ളിലുള്ളതാണ്. ഇന്റർ കോളേജ് എന്ന് പറയുന്ന സമയത്ത് മറ്റു പല കോളേജസുമായിട്ടുള്ള മത്സരം അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ, നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷനെ ഇൻട്രാ എന്ന് പറയുന്നു. ഇന്റർ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റു പല സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. ഇപ്പോൾ സോയിൽ വാട്ടർ കൺസർവേഷൻകാരായിട്ടോ, അല്ലെങ്കിൽ ആത്മേയുടെ ടീമായിട്ടോ, അല്ലെങ്കിൽ KVK ആയിട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റു ഓർഗനൈസേഷൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ഇന്റർ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ. ഡാറ്റ ഒരുപാട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് നമുക്ക് വേണം. അപ്പോൾ ഡാറ്റ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇന്റർ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടുന്ന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ പല ഡിഫറെൻറ്റ് ടൈപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, ആ രൂപത്തിനെ ബേസ് ചെയ്തിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷനും മറ്റൊന്ന് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ബേസിസിൽ 2 ടൈപ്പ് ഉണ്ട്, ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ഷന്റെ ബേസിസിൽ നമുക്ക് എന്ത് 3 തിരിക്കാം. വെർട്ടിക്കൽ ഉണ്ട്, ലാറ്ററൽ ഉണ്ട്, ഡയഗണൽ ഉണ്ട്. അപ്പോൾ 3 ടൈപ്പ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷൻ്റെ ബേസിസിലുള്ള 3 ഡിഫറെൻറ്റ് ടൈപ്സുകളാണ് വെർട്ടിക്കൽ, ലാറ്ററൽ, ഡയഗണൽ. ഈ വെർട്ടിക്കൽ തന്നെ 2 എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും. അടുത്തത് എക്സ്പ്രഷൻ ആൻഡ് ബോഡി ലാംഗ്വേജ്. ഇതിൻ്റെ ബേസിസിലും നമുക്ക് എന്ത് ചെയ്യുന്നു, 2 ഡിഫറെൻറ്റ് ടൈപ്സുകളുണ്ട്, വെർബൽ, നോൺ വെർബൽ. ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. വെർബലിൽ ഓറൽ ഉണ്ട്, റിട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്സുകളായിരിക്കും ഇപ്പം ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. അതായത് ഫോർമൽ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ, ലാറ്ററൽ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ബേസിസിൽ 2 ടൈപ്പ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു പ്രീ ഡിഫൈൻഡ് ചാനൽ ഉപയോഗിച്ച് ഉള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്ട്രക്ചർ, ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ രീതി മാത്രമേ കമ്മ്യൂണിക്കേഷൻ മുകളിലേക്ക് എത്താൻ പാടുള്ളൂ. അതായത് ഓർഡേഴ്സുകളാണെങ്കിലും ഇൻസ്ട്രക്ഷൻസുകളാണെങ്കിലും ഡെസിഷൻസുകൾ, സുപ്പീരിയേഴ്സിന്റെ പല ഇൻറ്റൻഷൻസുകൾ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചാനലുകളൊന്നും നോക്കാറില്ല കേട്ടോ. നമുക്ക് ഒരാളെ പരിചയമുണ്ട്, ആ
ഒരു പേഴ്സണൽ കോണ്ടാക്ടിന്റെ ബേസിസിൽ നമ്മൾ ഒരു കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് അല്ലെ, സംശയ നിവാരണങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ഇൻഫോർമൽ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. പ്രത്യേകിച്ച് ചാനൽ ഒന്നുമില്ല. ഇതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട്. ഇപ്പൊ മുന്തിരിയുടെ വള്ളികൾ എങ്ങനെയുള്ള ചുരുണ്ടുകൂടിയല്ലേ ഇരിക്കുന്നത്, അതായത് പല ദിശയിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പല ദിശയിലായിട്ടൊക്കെ പോകുന്നു. പ്രത്യേകിച്ച് ഒരു വര വരച്ച പോലെ സ്ട്രെയിറ്റ് ലീനിയർ ആയിട്ടല്ല പോകുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഗ്രേപ്പ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരു പേരുണ്ട്. ഒരു ഫോർമാലിറ്റിയും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമന്റ്സുകൾ, നമ്മുടെ സജഷൻസുകൾ, ഈവൻ നമ്മുടെ ചെറിയൊരു നോട്ടം, നമ്മുടെ തല കുലുക്കുന്നത്, ജെസ്റ്റേഴ്സ്, നമ്മുടെ സ്മൈൽ, ഈവൻ നമ്മൾ സൈലന്റ് ആയി ഇരിക്കുകയാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ നോൺ വെർബലിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാടധികം ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷന്റെ ബേസിസിലാണെങ്കിൽ 3 ടൈപ്പ് ആണെന്ന് പറഞ്ഞു. വെർട്ടിക്കലിന്റെ കീഴിലായിട്ട് ഡൗൺവേർഡ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഇടയ്ക്ക് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഹൊറിസോണ്ടൽ അഥവാ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക് ഇൻഫർമേഷൻ ഫ്ലോ വരികയാണെങ്കിൽ അതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗോൾസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സുകൾ, ഇതൊക്കെ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ബേസിക്കലി ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ ജോബ് ഇൻസ്ട്രക്ഷൻസുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസ്, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രൊസീജിയേഴ്സുകൾ പറഞ്ഞു തരുന്നു. ദെൻ ഫീഡ്ബാക്കുകൾ, നമ്മുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്കുകൾ, ഇതൊക്കെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പൊ ഫ്ലോ ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്, അതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഇത് നേരെ തിരിച്ചാണെങ്കിലോ, നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ ഫണ്ട് റിക്വസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചതിന് മറുപടി കത്ത് എഴുതുന്നത്, നമ്മുടെ റിയാക്ഷൻസ്, നമ്മുടെ സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്, നമ്മളോടും ചോദിക്കുമല്ലോ ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമ്മുടെ സജഷൻസുകൾ എന്തൊക്കെയാണ്, നമ്മുടെ പെർഫോമൻസ് റിപ്പോർട്ടുകൾ, നമ്മുടെ ഗ്രീവിയൻസ്, ഡിസ്പ്യൂട്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുന്നത്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, നമുക്ക് എപ്പോഴും കുറേ എമൗണ്ട് തരൂല്ലേ, അവിടുന്ന് സാങ്ഷൻ ആക്കി തരുന്ന എമൗണ്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം, അതിന് പ്രോപ്പർ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിലേക്കാണ് പോകുന്നത്. അതായത് സബോർഡിനേറ്റ്സിൽ നിന്ന് സുപ്പീരിയറിലേക്ക് പോകുന്നതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പോൾ കോളേജിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ് അല്ലേ, സോയിൽ ഉണ്ട്, എഗ്രോണമി ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ, ഒരേ ലൈനിൽ തന്നെയുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളിൽ തന്നെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നടക്കുന്ന കമ്മ്യൂണിക്കേഷന് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത് ഒരേ ലെവലിൽ, സെയിം തസ്തികയിലോ അല്ലെങ്കിൽ ഒരേ ലെവലിൽ തന്നെയുള്ള ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻസുകളൊക്കെ ലാറ്ററലിൽ വരും. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പാത്തുകളൊന്നും ഇല്ല. അതായത് ചിലപ്പോൾ അപ്വേർഡ് ആവാം, പിന്നെ ലാറ്ററൽ ആവാം, പിന്നെ ഡൗൺവേർഡ് ആവാം, അല്ലെങ്കിൽ ചില സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്തേക്കാം. അതായത് നമുക്കിപ്പം നമ്മുടെ മുകളിൽ ഒരു മേലുദ്യോഗസ്ഥനുണ്ട്, അതിന് മുകളിലായിട്ട് HOD ഉണ്ടെന്ന് വിചാരിക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, ഈ രീതിയിലാണല്ലോ സ്കെയിൽ പോകുന്നത്. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരുടെ മുകളിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് സംസാരിക്കാൻ ഹൈറാർക്കിയില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെ, അപ്പോൾ ജസ്റ്റ് ഇൻ കേസ് ഇമാജിൻ ചെയ്യാം, അപ്പം ഈ അസിസ്റ്റന്റ് പ്രൊഫസർ HODയോട് ഡയറക്റ്റായിട്ട് സംസാരിക്കും അല്ലേ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യൊന്നുമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാളോട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ചിലപ്പം HODയോട് സംസാരിക്കാണ്ട് ചിലപ്പം ഡീൻ ഓഫ് ഫാക്കൾട്ടിയോടായിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ പല സ്റ്റേജസ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തെന്ന് വരും. അങ്ങനെ റിലേഷൻസുകൾ ബിൽഡ് ചെയ്യാറുണ്ട് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ആയിട്ട്. അത്തരത്തിലുള്ള ഇതൊക്കെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ദ വേർഡ് കമ്മ്യൂണസ് കംസ് ഫ്രം വിച്ച് ലാംഗ്വേജ്? കമ്മ്യൂണസ് എന്ന് പറയുന്ന വാക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്? ഫ്രഞ്ച് ആണോ, ഗ്രീക്ക് ആണോ, ഇംഗ്ലീഷ് ആണോ, ലാറ്റിൻ ആണോ? നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിനൊന്നിച്ച് കമ്മ്യൂണസ് എന്ന് പറയുന്നത്
കമ്മ്യൂണിസ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അത് ഈ പറയുന്ന ഏത് ലാംഗ്വേജ് എന്നാന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഉത്തരം ലാറ്റിൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെയറിൻ യു യൂസ് ഫിസിക്കൽ ഡിസ്റ്റൻസ് ആസ് എ മെഷർ. നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ ബേസ് ചെയ്തിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് പറയുന്ന പേരെന്താണ്? ഹാപ്റ്റിക്സ് ആണോ, പ്രോക്സിമിക്സ് ആണോ, ക്രോണമിക്സ് ആണോ, ജെസ്റ്റേഴ്സ് ആണോ? അപ്പൊ ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രോക്സിമിക്സ്. ഒരാളും തമ്മിലുള്ള അടുപ്പോ അകലോ അല്ലെങ്കിൽ പ്രോക്സിമിറ്റി അല്ലെ, നമ്മളൊരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെ പ്രോക്സിമിറ്റി എന്ന് പറയില്ലേ, പ്രോക്സിമിക്സ്. ഫിസിക്കൽ ഡിസ്റ്റൻസിനാണ് പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞത്. ഹാപ്റ്റിക്സ് എന്തായിരുന്നു? ടച്ച് ആയിരുന്നു. ക്രോണമിക്സ് ടൈമിന്റെ ആസ്പെക്ട്സ്. ജസ്റ്റേഴ്സ് നമ്മൾ തംസപ്പ് കൊടുക്കുക, വിക്ടറി, അതുപോലെ നമ്മുടെ കൈ വേവ് ചെയ്യുക, നമസ്കാരം പറയുക, ഇത്തരത്തിലുള്ള നമ്മുടെ ആക്ഷൻസുകളെയാണ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. നോൺ വെർബൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ അപ്പിയറൻസ് ഓഫ് ഒബ്ജക്ട്സ്, ദാറ്റ് ഈസ് ദർ ഡിസ്പ്ലേ ആൻഡ് അറേഞ്ച്മെന്റ്. ഒബ്ജക്ട്സിന്റെ അപ്പിയറൻസ്, നമ്മുടെ അപ്പിയറൻസ് അല്ല കേട്ടോ, നമ്മുടെ ചുറ്റും വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡയറി, ബുക്സ്, പെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏത് സാധനത്തിനോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. അതിന് പറയുന്ന പേരെന്താണ്? വോക്കലിക്സ് ആണോ, ഫോണറ്റിക്സ് ആണോ, ക്രോണമിക്സ് ആണോ, ആർട്ടിഫാക്ട്സ് ആണോ? അപ്പിയറൻസ് ഓഫ് ഒബ്ജക്ട്സ് ആർട്ടിഫാക്ട്സ് ആണ് കേട്ടോ. ബേസിക്കലി നമ്മൾ ബ്രാൻഡുകൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ആർട്ടിഫാക്ട്സ് ത്രൂ കിട്ടും. വോക്കലിക്സ് എന്താണ്? സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് വോക്കലിക്സ് കേട്ടോ. ഫോണറ്റിക് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്, അതായത് നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് സൗണ്ട്, ഇതിനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ക്രോണമിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആർട്ടിഫാക്ട്സ് ആണ് അപ്പിയറൻസ് ഓഫ് ഒബ്ജക്ട്സ്. സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ പറ്റി ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ബയോളജി, ലിവിങ് ഓർഗാനിസത്തിന്റെ സ്റ്റഡി. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കുന്നത് സിമാൻറ്റിക്സ് എന്നാണോ, ഫോണറ്റിക്സ് എന്നാണോ, സൈബർനെറ്റിക്സ് എന്നാണോ, അതോ ഇതൊന്നുമല്ലേ? സൈബർനെറ്റിക്സ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷന്, സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീനെ സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. സിമാൻറ്റിക്സ് എന്താണ്? അത് എഗെയിൻ ബാരിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. ഇപ്പം നമുക്കൊരു വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ അതിനെ സിമാൻറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റുഡൻറ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവർ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യം വിസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ കൊറിയയോ ജർമ്മനിയോ അങ്ങനെ ഏതെങ്കിലും രാജ്യം വിസിറ്റ് ചെയ്തു, അവിടുത്തെ ഭാഷ നമുക്കറിയില്ല. അപ്പം നമുക്ക് ബേസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അല്ലേ. അതൊരു ബാരിയർ ആയിട്ട് വരും. ലാംഗ്വേജ് അറിയാത്തതൊരു ബാരിയർ ആയിട്ട് വരുന്നതിനാണ് സിമാൻറ്റിക്സ്. ചിലപ്പോൾ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ അറിയില്ലെങ്കിലും ഈ പറയുന്ന പ്രശ്നം വരാം. ഇംഗ്ലീഷിൽ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സുകളോ, ഈവൻ നമുക്കിപ്പോൾ ഭരണഭാഷ വളരെ കമ്പൽസറി ആണ്. എല്ലാ ഫയൽസും കാര്യങ്ങളും റെക്കോർഡിക്കലായിട്ട് മലയാളത്തിൽ തന്നെ വേണം എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പോൾ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് നമുക്ക്, അതും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല, അച്ചടി ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന നോട്ടീസുകളും നോട്ടിഫിക്കേഷൻസുകളും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ ആ ലാംഗ്വേജ് ബാരിയറിനെയാണ് സിമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഫോണറ്റിക്സ് എന്ന് പറയുന്ന വേർഡ്സ്, സൗണ്ട്സിനെ പറ്റിയുള്ള ഇതിനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷന് സൈബർനെറ്റിക്സ് എന്ന് പറയും. അടുത്തത് പ്രീവിയസ് KPSC ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇനീഷ്യേറ്റ്സ് ഫ്രം ടോപ്പ് ലെവൽ ടു ബോട്ടം ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്ക് ഇൻഫർമേഷൻ ഫ്ലോ. ഇതിനെ നമ്മൾ എന്ത് പറയും? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നാണോ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണോ, സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ എന്നാണോ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? ടോപ്പിൽ നിന്ന് ബോട്ടം. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പുകളുണ്ട്. പിന്നെ ഹൊറിസോണ്ടൽ അഥവാ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ മൂന്ന് കമ്മ്യൂണിക്കേഷൻ ആണ് ഡയറക്ഷന്റെ ബേസിസിൽ ഉള്ളത്. സ്റ്റാർ എന്ന് പറയുന്നത് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, ബാരിയേഴ്സ്, അതേപോലെ തന്നെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് മോഡൽസിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.